ഹലോ, ഞാൻ നൂർജഹാൻ അഷ്റഫ്. ഇന്ന് ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് നല്ലതുപോലെ പഴുത്ത നാട്ടുമാങ്ങയാണ് ഏറ്റവും നല്ലത്. ഇത്തിരി ശർക്കരയും 2-3 പച്ചമുളകും, നെയ്യും, മുളക്, മഞ്ഞൾ, തേങ്ങ, ചെറിയ ജീരകം, പുളിയില്ലാത്ത തൈര്. ചെറിയ ജീരകവും തേങ്ങയും നല്ലതുപോലെ അരച്ചെടുക്കാം. മാമ്പഴം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ശർക്കര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒരിത്തിരി ശർക്കര ചേർക്കുന്നുണ്ട്. മൺചട്ടിയാണ്, അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാങ്ങ, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവാൻ ആവശ്യമായ പച്ചവെള്ളവും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മാങ്ങയിൽ പൊടികളിരുന്ന് കട്ട പോലെ ഇരിക്കും. പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത്തിരി ശർക്കരപ്പാനിയും ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം മാങ്ങ വെന്തിട്ടുണ്ട്. മാങ്ങ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി വീണ്ടും തിളപ്പിക്കാം. തേങ്ങ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത തൈരും ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ടതില്ല. നെയ്യിൽ തന്നെ കടുക് വറുക്കാം. ഞാൻ ആദ്യം ചട്ടിയിൽ അധികം നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നെയ്യാണ്. ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് 10 മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷമാണ് മൂടി തുറന്ന് ഇളക്കേണ്ടതുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. മാമ്പഴക്കാലം വന്നാൽ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണ്ടേ? ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.